പറവൂർ SNV സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് എയർ ട്രാഫിക് മാനേജ്മെന്റ് ഹെഡ് സോജൻ കോശി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ CN രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഷൈജു മനക്കപ്പടി മുഖ്യപ്രഭാഷണം നടത്തി. PS ജയരാജ്, ഷൈനി രാധാകൃഷ്ണൻ, KV സുഭാഷ്, രാഗം സുമേഷ്, KR വിനോദ്, KV സാഹി, ഹെഡ് മാസ്റ്റർ CK ബിജു, പ്രിൻസിപ്പാൾ V ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. എന്ന മഹത് പണ്ഡിതൻ സ്ഥാപിക്കപ്പെട്ട ഈ വിദ്യാലയം ഇന്ന് അവധിയിലേക്ക് കിടക്കുകയാണ്. 1964 ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടത് അതിൻ്റെ 60-ാം വർഷം. 1998 ഹയർ സെക്കൻഡറി ആയി. ഇതിന് 25-ാം വർഷവും കഴിഞ്ഞ വർഷം കഴിഞ്ഞു. ഇന്നത്തെ ഈ പ്രവേശനോത്സവത്തിന് മുന്നോടിയായി നടന്ന സ്വാഗതഗാനം നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളാണ് ആ സ്വാഗതഗാനം ആലപിച്ചത്. എല്ലാ പരിപാടികളും ഇത്തവണ നമ്മളുടെ സബ് ജില്ലയിലൊക്കെ നമ്മൾ 1-ാം സ്ഥാനത്താണ്. എല്ലാ കാര്യങ്ങളും 1-ാം സ്ഥാനത്തായിരുന്നു. ശില്പരമ്യ പദപീഠഭൂവിൽ നിന്നുൽപ്പതിച്ചു തിരുമേലത്തണി സേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞമലർമാല തന്നിലും ഹേമവിഗ്രഹമരീചി തേടുമീ കോമളപ്രഭ തിളങ്ങണേ വിഭോ മാറ്റി നിന്നുകര സമ്മറച്ചതിൽ പോറ്റി പുൽകരുതു തൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടിടും കാറ്റിലാടരുതിശികാഞ്ചലം ചീർത്തി തിന്നൊളി തെളിഞ്ഞു പൊങ്ങിനെ വാർത്തിടാകിലും എരിഞ്ഞു മേൽക്കുമേ നീർത്തി കേശമേ ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു സ്കൂളുണ്ട്. ഈ ചരിത്രം പല സ്കൂളുകൾക്കും പറയുന്നുണ്ട്. പക്ഷെ ആ ചരിത്രത്തിൽ ഇന്നത്തെ ഈ സ്കൂളിൻ്റെ നിലവാരം, ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, ഞാൻ ഇന്നത്തെ എല്ലാ മാതാപിതാക്കളുടെയും ഒരു ഭീതിയാണ് മയക്കുമരുന്നും അതിനോടനുബന്ധമായ പ്രശ്നങ്ങളും. എൻ്റെ കൊച്ച് പോയിട്ട് നാളെ വരുമ്പോൾ എൻ്റെ ഒരു ഫോൺ കോൾ വരുന്നു, നിങ്ങളുടെ കുട്ടി ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ കണ്ടു അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പിടിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു ഫോൺ കോൾ പേടിച്ചിട്ടാണ് പല മാതാപിതാക്കളും വീട്ടിലിരിക്കുന്നത്. ഒരു എക്സൈസ് ഇൻസ്പെക്ടറായി ഇദ്ദേഹം ഈ പോസ്റ്റിൽ ഇരുന്ന ഇതിന് വളരെ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു മാനേജർ എനിക്ക് തോന്നുന്നില്ല എറണാകുളത്തിൻ്റെ സ്കൂളിലുണ്ട്. കേരളത്തിൽ എത്ര സ്കൂളിലുണ്ടെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രിൻസിപ്പൽ, റാങ്ക് ഹോൾഡർ, സ്കൂൾ ഹെഡ് മാസ്റ്റർ, രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിയിട്ടുള്ളൊരു അധ്യാപകൻ, ഇന്ന് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തിന് 4 പോസ്റ്റ് ഗ്രാജുവേഷനോട് എക്കണോമിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, സൈക്കോളജി ഉണ്ട്. ഇത്തരത്തിലൊക്കെയുള്ള ഒരു ടീം, 4 ടീച്ചേഴ്സ് ഡോക്ടറേറ്റ് ഉള്ളവരുണ്ടെന്ന് പറയുന്നത് ഇത്തരത്തിലൊക്കെയുള്ള ഒരു എല്ലാവർക്കും തികഞ്ഞ ഒരു വിദ്യാലയം ഇവിടെ ഈ സ്കൂളിൽ ഇവിടെ സാജൻ കോശിതാറാണെങ്കിലും അതിന് മുമ്പ് പറഞ്ഞ രാധാകൃഷ്ണനാണെങ്കിലും ഒക്കെ പറഞ്ഞത് ഈ സ്കൂളിൽ പഠിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ ഭാഗമാവാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ് എന്നാണ്. ഉദയം ശ്രീനാരായണ ഗുരുദേവൻ വിദ്യ കൊണ്ട് സ്വതന്ത്രനാവാൻ നമ്മെ ഉദ്ബോധിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിലുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായ PR ശാസ്ത്രി സാറ് സ്ഥാപിച്ച സ്കൂളിൻ്റെ ഭാഗമാവാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.